5 ദിവസം കൊണ്ട് ഇഗ്നോ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അപ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ദ വീഡിയോ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ബ്രിട്ടീഷ് പോയട്രി MEG 1 അതിൻ്റെ ജൂൺ 2025 ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ എനി ടു ഓഫ് ദ ഫോളോയിങ് വിത്ത് റെഫറൻസ് ടു കോണ്ടെക്സ്റ്റ്. ഇതിൽ 4 ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട്. 2 ആൻസർ ചെയ്താൽ മതിയാകും. ഒരു ക്വസ്റ്റ്യന് 10 മാർക്സ് ആണ്. ഇവിടെ ഞാൻ 4 നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഏതാണ് എക്സാമിന് വരിക എന്നറിയില്ലല്ലോ. സോ ഓർഫിയസ് ഡിഡ് ഫോർ ഹിസ് ഓൺ ബ്രൈഡ്, സോ ഐ unto myself alone will sing. The woods shall to me answer, and my echo ring. Answer. These lines are taken from the opening stanza of Epithalamion, the famous nuptial ode written by Edmund Spenser and published in 1595. The poem celebrates the poet's own marriage to Elizabeth Boyle. It is considered one of the greatest wedding songs in English literature. The poem is unique because Spenser is both the bridegroom and the poet-singer who conducts the marriage celebration through his verse. ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പോയട്രി ആയിട്ടുള്ള എപ്പിത്തലമിയോൻ എന്ന വേർഡ്സിൽ നിന്നും അതിൻ്റെ സ്റ്റാൻസിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് എഡ്മണ്ട് സ്പെൻസറാണ് ഇത് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മാരേജ് ഡേ വിവാഹം കഴിക്കാൻ പോകുന്ന എലിസബത്ത് ബോയ്ലെയോടുള്ള വളരെ ആത്മാർത്ഥമായിട്ടൊരു സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ വരികൾ എഴുതുന്നത്. അപ്പോൾ ഈ പാരഗ്രാഫ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കൊന്നും വേണ്ട. ഇതെങ്ങനെ നമുക്ക് എഴുതാം, നമ്മളുടേതായ നമുക്ക് എങ്ങനെയാണോ മനസ്സിലായത് ആ രീതിയിൽ എഴുതാം. സോ ഹൗ ടു റൈറ്റ്? യു റൈറ്റ് ലൈക്ക് ദിസ്. These words are taken from Epithalamion. അല്ലെങ്കിൽ it's an opening stanza of Epithalamion. It's written by Edmund Spenser and published in 1595. These lines expresses his അല്ലെങ്കിൽ Edmund Spenser's love for his wife Elizabeth Boyle on his marriage day. One of the speciality of this poem is that the poet is both the bridegroom as well as poet-singer who expresses his love for his beloved Elizabeth Boyle. This poem remains as the greatest wedding songs in English literature. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ഈ ഒരു പാരഗ്രാഫിനെ മാറ്റി അത് ഇപ്പോൾ തന്നെ ഈ ഒരു പാരഗ്രാഫ് പഠിച്ചതിന് ശേഷം ഇനി അടുത്ത പാരഗ്രാഫിലോട്ട് പോവാം. Explanation. In these lines, Spenser refers to Orpheus, whose music was so powerful that it could charm animals, trees, rocks, and even the gods. Orpheus sang for his beloved wife Eurydice, and similarly Spenser says that he will sing for his own bride and celebrate his own wedding. The poet expresses confidence in the power of his poetry and music. ഇവിടെ സ്പെൻസർ ഗ്രീക്ക് പോയിറ്റായിട്ടുള്ള ഓർഫിയസിനെയും ഓർഫിയസിൻ്റെ ബിലവഡ് വൈഫായിട്ടുള്ള യൂരിഡൈസിനെയും കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? സ്പെൻസർ ഇവിടെ ഓർഫിയസ് ആവുകയും
സ്പെൻസറിൻ്റെ ബിലവഡായിട്ടുള്ള എലിസബത്ത് ബോയിലെയെ യൂരിഡൈസ് ആയിട്ടായിരുന്നു കണക്കാക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഓർഫിയസ് പാടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ വളരെ പവർഫുള്ളായിരുന്നു. അത് ആനിമൽസിനെയും ട്രീസ്, റോക്സ്, അതുപോലെ ഗോഡ്സുകളെ പോലും എന്താ പറയുക ഞെട്ടിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ പോലും ആകർഷിക്കുന്ന രീതിയിലായിരുന്നു ഓർഫിയസ് പാടിയിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് താനും തൻ്റെ വൈഫിന് വേണ്ടിയിട്ട് എലിസബത്ത് ബോയിലേക്ക് വേണ്ടിയിട്ട് പാടാനായിട്ട് ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വെഡ്ഡിങ് ഡേ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അത്രയും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ്, അതുപോലെ പവർ ഓഫ് പോയട്രിയിൽ അദ്ദേഹത്തിലുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസവും ഇവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇനി ഈ ഒരു പാരഗ്രാഫ് നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം. In these lines, Spencer compares himself and his beloved Elizabeth Boyle to the Greek myth of Orpheus and his beloved Eurydice. Orpheus, a great musician whose songs were very powerful that he sang for his beloved. Similarly, Spencer also sings for his beloved Elizabeth Boyle in his wedding day, on his wedding day. He imagines that the woods will respond to his song and that the echoes of nature will repeat his words. Nature itself becomes an audience to his joyful celebration. The lines show the poet's happiness, excitement and devotion on his wedding day. They also reveal the close relationship between poetry, music, love and nature. ഇവിടെ സ്പെൻസർ അദ്ദേഹത്തിൻ്റെ വെഡ്ഡിങ് ഡേ ഓഡിയൻസ് ആയിട്ട് കണക്കാക്കുന്നത് നേച്ചറിനെ തന്നെയാണ്. അത് അദ്ദേഹത്തിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ്. ഒരു പോയിറ്റ് എന്ന നിലയ്ക്ക് അദ്ദേഹം ഒരു എക്സൈറ്റ്മെൻറ്റിൽ അദ്ദേഹം പറയുകയാണ്, വൂഡ്സിൻ്റെ ഇടയിലൊക്കെ നിന്നുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ഒരു എക്കോ സൗണ്ട് കേൾക്കുന്നില്ലേ, അപ്പോൾ ആ ഒരു രീതിയിൽ എന്താ പറയുക, വൂഡ്സ് വിൽ റെസ്പോണ്ട് ടു ഹിസ് സോങ് എന്നാണ് പറയുന്നത്. അദ്ദേഹം പാടുന്ന പാട്ടുകൾ വൂഡ്സ് വിൽ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കമ്പാരിസൺ ശരിക്കും പറഞ്ഞാൽ നടക്കുന്നുണ്ട് ആ ഗ്രീക്ക് മിത്ത് പോയിറ്റുമായിട്ട്. ഓർഫിയസ് എപ്പോഴും പാടുമ്പോൾ നേച്ചർ അദ്ദേഹത്തിനെ പ്രേസ് ചെയ്തതായിട്ട് ഓർഫിയസ് കണക്കാക്കിയിരുന്നു. അപ്പോൾ ഇവിടെ എന്താ പറയുക സെയിം പോയിൻറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഓർഫിയസ് ഇമാജിൻസ് ദാറ്റ് ദി നേച്ചർ ബിക്കംസ് ഹിസ് ഓഡിയൻസ് ഫോർ ഹിസ് ഓൺ ഹിസ് വെഡിങ് ഡേ, that the woods will repeat his songs, and he expresses his love for his beloved as well as for the nature, music, love and poetry. These lines reveal poet's happiness and excitement. The allusion to Orpheus gives the poem a classical and Renaissance flavor. It elevates the poet's personal wedding into an event of universal and artistic significance. The personification of nature and the musical imagery creates a festive and harmonious atmosphere. These lines introduce the celebratory mood that continues throughout the poem. ഈ റിനൈസൻസ് പീരിയഡിൽ ഓർഫിയസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ക്ലാസിക്കലായിട്ടുള്ള പോയിറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആ ഒരു കാര്യത്തിന് ഇമ്പോർട്ടൻസ് നൽകുന്നതും. അതുപോലെ നമ്മുടെ സ്പെൻസർ അദ്ദേഹത്തിൻ്റെ ഒരു മാരേജ് എന്ന് പറയുന്നത് സെലിബ്രേറ്റ് ചെയ്യുക എന്നത് വിത്ത് നേച്ചറാണ്. ഇവിടെ ഒരു മാരേജ് സെലിബ്രേഷൻ മാത്രമല്ല നടക്കുന്നത്, മറിച്ച് അദ്ദേഹം ഒരു പോയറ്റാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ആ ഒരു കാര്യം കൂടി അദ്ദേഹം ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഒരു വളരെ വലിയൊരു കോൺഫിഡൻസ് ലെവലും കൂടിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.
ഓർഫിയസിൻ്റെ മ്യൂസിക് എത്രമാത്രം ആൾക്കാരിൽ ജോയ് ആൻഡ് ഹാർമണി കൊണ്ടുവരുന്നുണ്ടോ, ഇതേ സെയിം ഫീലിംഗ് അദ്ദേഹത്തിൻ്റെ ഈ മാരേജ് സെറമണിയിൽ കൂടെ അദ്ദേഹത്തിന് എന്താ പറയുക, ആൾക്കാരിൽ ഈ പറയുന്ന സന്തോഷവും ഹാർമണിയും കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. The reference to Orpheus is a classical allusion. It shows Spenser's vast knowledge about Greek mythology, which was highly valued during the Renaissance. Spenser, by comparing his song to that of Orpheus, he suggests that his own wedding is not a personal event, but one of great artistic and universal importance. Here, Spenser also thinks that the nature can hear him and see him, that he invites the nature to be his audience, that he celebrates his marriage with nature. Conclusion. Thus, these lines beautifully express Spenser's joy at his marriage and his faith in the power of poetry. By comparing himself to Orpheus, he presents his wedding song as a work of enduring artistic beauty and celebrates the union of love, music and nature. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എല്ലാവർക്കും മനസ്സിലായി. നിങ്ങളിത് കേൾക്കുന്നതോടൊപ്പം പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. പഠിച്ചു കഴിഞ്ഞെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുമോ പഠിച്ചു എന്ന്. അടുത്ത ക്വസ്റ്റ്യൻ. He yaff nat of that text a pulled hen that saith that hunters been nat holy men, nay that a monk when he is cloisterless is likened till a fish that is waterless. These lines are taken from the Canterbury Tales, specifically from the general prologue written by Geoffrey Chaucer. The poet is describing the monk, one of the pilgrims travelling to Canterbury. Chaucer presents the monk as a worldly pleasure-loving man who does not follow the traditional rules of monastic life. ജോഫ്രി ചൗസർ എഴുതിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു കാൻറ്റർബറി ടേൽസിൽ നിന്നും എടുത്തിട്ടുള്ള വരികളാണിത്. ഇതിലെ ഒരു മങ്ക് അല്ലെങ്കിൽ ഒരു സന്യാസിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആ സന്യാസി കാൻറ്റർബറിയിലോട്ട് യാത്ര ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഈ മങ്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കൂടുതലായിട്ടും വേൾഡ്ലി പ്ലഷേഴ്സിനോടാണ് കൂടുതൽ താല്പര്യം, റാദർ ദാൻ ട്രഡീഷണൽ റൂൾസ്. സാധാരണ മങ്കുകളൊക്കെ ട്രഡീഷണൽ റൂൾസൊക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തികളാണല്ലോ. അപ്പോൾ അവരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഇദ്ദേഹത്തിനുള്ളത്. ഇത് നമുക്കിനി നമ്മളുടേതായ രീതിയിൽ എങ്ങനെ എഴുതും, സിമ്പിളായിട്ടൊന്ന് എഴുതി നോക്കിയേ. These lines are taken from Canterbury Tales written by Geoffrey Chaucer. The main character of this poem is a monk who does not follow the traditional rules, and whereas he loves to enjoy his life by worldly pleasures, he travels from pilgrims to Canterbury. In these lines, Chaucer says that the monk paid no attention to the old teaching that hunters cannot be holy men. The expression "not a pulled hen" means that he did not care at all about such advice. According to monastic traditions, monks were expected to live a quiet and disciplined life within the monastery, devoting themselves to prayer and religious duties. ഇവിടെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് കൊടുക്കാനുള്ളത് ഇതാണ്. ഇവിടുത്തെ മങ്ക് എന്ന് പറയുന്ന ആ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ മൊണസ്ട്രി ലൈഫിലുള്ള റൂൾസിനൊന്നും തന്നെ അദ്ദേഹം പ്രാധാന്യം നൽകുന്നില്ല.
മറിച്ച് അദ്ദേഹം അങ്ങനെ ഫോളോ ചെയ്യുന്ന മങ്കുകളെ ഹണ്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഹണ്ടേഴ്സിന് ഒരിക്കലും ഹോളി മെൻ അല്ലെങ്കിൽ പരിശുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ വിശുദ്ധരായിട്ടുള്ള വ്യക്തികളാകാൻ ഒരിക്കലും സാധിക്കുകയില്ല. അതുപോലെ ഈ ലൈൻസിൽ കാണാം നോട്ട് എ പുൾഡ് ഹെൻ. ഇത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഈ പറയുന്ന മങ്സുകളുടെ ആ ഒരു ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അവരുടെ അഡ്വൈസോ ഒന്നും തന്നെ അദ്ദേഹം സ്വീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. ശരിക്കും ഒരു മങ്ക് എന്ന് പറയുന്നത് മൊണസ്ട്രി ലൈഫിൽ അവിടുത്തെ ഡിസിപ്ലിൻസും അവിടുത്തെ റൂൾസും എല്ലാം തന്നെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ ഒതുങ്ങി ജീവിക്കുന്ന വ്യക്തികളാണ്. ഇൻ ദീസ് ലൈൻസ് ദ സ്പെഷ്യൽ ക്യാരക്ടർ മങ്ക് does not follow any of the rules and is not disciplined as other monks. Thus, he also calls the other monks as hunters, and he says that hunters cannot be holy men. Here, the phrase not a pulled hen means he does not take any advice. The monk does not take any advice from the monastery orders. A monk is someone who is disciplined, who is quiet, and who is expected to live a holy life. A monk also is a devotee who always pray and live a religious life with his religious duties. The monk also ignored another saying which compared a monk living outside the monastery to a fish out of water. Just as a fish cannot survive without water, a monk was believed to be unable to fulfill his religious calling outside the cloister. However, this monk rejected such traditional views. He preferred hunting, riding horses, and enjoying worldly pleasures rather than following strict religious discipline. ഇവിടെ മറ്റൊരു കാര്യം, ഏതെങ്കിലും ഒരു മങ്ക് ഇതുപോലെ ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് റിലീജിയസ് ലൈഫിലെ ആ റൂൾസും റെഗുലേഷൻസൊക്കെ തെറ്റിച്ചുകൊണ്ട് മൊണസ്ട്രി ജീവിതം നയിക്കാതെ അതിന് പുറമെ സാധാരണ സ്വതന്ത്രമായിട്ടുള്ളൊരു ജീവിതം നയിക്കുകയാണെങ്കിൽ സാധാരണയായിട്ട് ഈ മറ്റുള്ള മങ്സ് ഇങ്ങനെ ഫ്രീ ആയിട്ട് ജീവിക്കുന്ന മങ്സുകളെ പറയുന്നത് ലിവിങ് എന്താ പറയുക, ഒരു ഫിഷ് ഔട്ട്സൈഡ് ദ വാട്ടർ ലീവ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഒരു മീൻ വെള്ളത്തിന് പുറത്ത് എങ്ങനെയായിരിക്കും ഒരു മീൻ വെള്ളത്തിന് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാലുള്ള അതിൻ്റെ അവസ്ഥ, അത് പെടഞ്ഞു നിൽക്കില്ലേ, അതിനൊരു ശ്വാസം കിട്ടാത്തൊരവസ്ഥയായിരിക്കുമല്ലോ. അതാണ് ആ മങ്കിൻ്റെ അവസ്ഥയും എന്നാണൊരു കമ്പാരിസൺ സാധാരണയായിട്ട് മങ്സുകളുടെ ഇടയിൽ അവർ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യം നമ്മളുടെ ഈ സ്റ്റോറിയിലെ മങ്ക് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് അത് അങ്ങനെ പറയുന്നതിൽ ഒരു ന്യായവുമില്ല, അല്ലെങ്കിൽ അതിലൊരു ലോജിക്കും ഇദ്ദേഹം കാണുന്നില്ല. ഇതിനൊക്കെ പുറമെ ഈ മങ്ക് എപ്പോഴും ആഗ്രഹിച്ചിരുന്നത് ഹണ്ടിങ്, റൈഡിങ് ഹോഴ്സസ്, അതുപോലെ എൻജോയിങ് വേൾഡ്ലി പ്ലഷേഴ്സാണ് റാദർ ദാൻ ഇങ്ങനെയുള്ള സ്ട്രിക്റ്റ് റിലീജിയസ് ഡിസിപ്ലിനിൽ നിന്നും. ഈ ഒരു പാരഗ്രാഫിനെ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നിങ്ങളുടേതായ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് അതിനെ മാറ്റാം. The monks who lived in a monastery life believed that a monk who lived outside the monastery is compared to a fish out of water. A fish without water is very difficult to live and it thirsts for living. അല്ലെങ്കിൽ it struggles to live without water. But this monk, അല്ലെങ്കിൽ ദ മങ്ക് എന്ന് എഴുതിയാൽ മതി. നമ്മൾ സ്പെസിഫിക്കലി ഈ ഒരു മങ്കിനെ കുറിച്ചിട്ടാണല്ലോ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതാം. ബട്ട് ദ മങ്ക് rejected all these ideas because he found no logic in this. He always preferred living a life by hunting, riding horses, and enjoying worldly pleasures rather than
living a life with a strict religious discipline. Critical appreciation. These lines reveal Chaucer's gentle satire of the medieval church. The monk symbolizes the discipline of monastic ideals during Chaucer's time. Instead of criticizing him directly, Chaucer uses irony and humor to show how the monk disregards religious teachings and chooses a comfortable, luxurious lifestyle. The passage also reflects the gap between religious ideals and actual practice in medieval society. മിഡീവിയൽ ചേർച്ചിൽ അന്നത്തെ പ്രാക്ടീസ് പ്രകാരം റിലീജിയസ് ലൈഫ് എങ്ങനെയാണോ ശരിക്കും ഒരു മങ്ക് അല്ലെങ്കിൽ സന്യാസികൾ അവരുടെ ചേർച്ചിൽ എങ്ങനെയാണോ ആയിരിക്കേണ്ടത് അങ്ങനെ ആയിരുന്നില്ല ശരിക്കും അവർ ജീവിച്ചിരുന്നത്. ഈ ഒരു കൺസെപ്റ്റ് ഇവിടെ ചൗസർ വളരെ മനോഹരമായിട്ട് അവരെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ്. അത് ഡയറക്റ്റ് ക്രിറ്റിസിസം അല്ല, ഒരു ഹ്യൂമർ സെൻസിലാണ് അദ്ദേഹം ഇവിടെ ക്രിറ്റിസിസം നടത്തുന്നത്. അന്നത്തെ മിഡീവൽ ചേർച്ചിൽ എങ്ങനെയാണ് പല റിലീജിയസ് വ്യക്തികളും അല്ലെങ്കിൽ മങ്കുകളും അവരുടെ ലൈഫ് എൻജോയ് ചെയ്തിരുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ലിവിങ് എ ഹോളി ലൈഫ്, അതിനെക്കുറിച്ചിട്ടാണ് ഇദ്ദേഹം കൂടുതലായിട്ടും പറയുന്നത്. അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് ഒരു മങ്കിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ഇദ്ദേഹം യൂസ് ചെയ്യുന്നത്. ഓക്കെ, in these lines, Chaucer gently criticizes the medieval religious church, where monks lived not a holy life. Instead, they lived a life enjoying by their attitudes, by their activities. So, he is humorously criticizing them. Here, Chaucer says that the religious monks were fooling the society by their activities, by their luxurious life. They were acting as a holy people, but they were not living a religious life according to the norms or according to their rules and regulations, but they lived very life with pleasure. Conclusion. Thus, these lines highlight the monk's disregard for traditional monastic roles and his preference for worldly pleasures. Through this character, Chaucer subtly criticizes the corruption and moral decline that had ended certain sections of the medieval church. This makes the passage an important example of Chaucer's skill in characterization and social satire. അപ്പോൾ ഈ ഒരു പാഠം നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അതാണ് കൺക്ലൂഡിങ് പാർട്ടിലും വരേണ്ടത്. ചൗസറാണ് ഇത് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം മൊണസ്ട്രി ലൈഫിനെ അല്ലെങ്കിൽ മിഡീവിയൽ ചേർച്ചിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഒരു ജെൻറ്റിൽ സറ്റയർ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു മങ്കിനെയാണ്. അങ്ങനെ മങ്കിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ശരിക്കും മങ്സുകൾ എങ്ങനെയായിരിക്കണം, ദേ ഷുഡ് ലിവ് എ ഹോളി ലൈഫ് അല്ലേ, അത് വാട്ട് ദേ സപ്പോസ് ടു ഡു ആൻഡ് വാട്ട് ദേ വെർ ആക്ച്വലി ഡൂയിങ്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. Third question. Bosomed high in tufted trees, where perhaps some beauty lies, the cynosure of neighboring eyes. These lines are taken from El Allegro, written by John Milton. In this poem, Milton celebrates the cheerful and joyful aspects of life. The poet describes various pleasant scenes from nature and rural life that bring delight and happiness. ജോൺ മിൽട്ടൺ എഴുതിയിട്ടുള്ള എൽ അലെഗ്രോ എന്ന് പറയുന്ന ഒരു പോയത്തിൽ നിന്നുമാണ് ഈ വരികൾ എടുത്തിട്ടുള്ളത്. അദ്ദേഹം നേച്ചറിനെ പ്രേസ് ചെയ്തുകൊണ്ടാണ് എന്താ പറയുക റൂറൽ ലൈഫിനെ കൂടുതലും ബേസ് ചെയ്തിട്ടുള്ള ഒരു പോയമാണിത്.
അതുകൊണ്ട് തന്നെ വളരെ ചിയർഫുള്ളായിട്ടുള്ള ജോയ്ഫുള്ളായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിനെ കുറിച്ചിട്ടും ജീവിതത്തിൻ്റെ മറ്റൊരു വശത്തെക്കുറിച്ചിട്ടും അദ്ദേഹം ഈ ഒരു പോയത്തിൽ കൂടെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. These lines are taken from El Allegro. It's written by John Milton. He is a wonderful poet who praises the nature. Here he shows forth the rural life and its beauty. Thus, the poet brings joy and happiness to the readers. In these lines, the poet describes a beautiful mansion or dwelling hidden among thick clusters of trees. The phrase "bosomed high in tufted trees" suggests that the house is lovingly enclosed and protected by tall, leafy trees. The setting is peaceful, picturesque, and harmonious with nature. ഇവിടെ ജോൺ മിൽട്ടൺ വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ പോയത്തിൽ കൂടെ അദ്ദേഹം ഒരു ഇമാജറി ഡ്രോയിങ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു നേച്ചറിൽ ഒരു ഡ്വെല്ലിംഗ്, ഒരു ഹൗസ് വരയ്ക്കുന്നുണ്ട്. ആ വരച്ചതിൽ അദ്ദേഹം ചുറ്റോരം, ആ വീടിന് ചുറ്റും ടോൾ ട്രീസ് ആണുള്ളത്. ഇവിടെ കാണിക്കുന്നത് എന്താണ്? നല്ല പച്ചപ്പും നല്ല മനോഹരമായ ടോൾ ട്രീസും. ഇതെല്ലാം കാണിക്കുന്നത് ആ വീടിൻ്റെ പീസ്ഫുൾ നേച്ചറാണ്, ഒരു ഹാർമോണിയസ് നേച്ചറാണ്, ഒരു കാം ആൻഡ് ക്വൈറ്റ് നേച്ചറാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ജോൺ മിൽട്ടൺ അദ്ദേഹത്തിൻ്റെ ഇമേജറിയിലൂടെ റീഡേഴ്സിനെ അദ്ദേഹം എന്താ പറയുക, അദ്ദേഹം അങ്ങനെ ഒരു ഉൾക്കാഴ്ച ഉണ്ടാവാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഇമാജിനേഷൻ ചെയ്തുകൊണ്ട് റീഡേഴ്സിനെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഇമേജറിയിലോട്ട് കൊണ്ടുവരാനാണ് അദ്ദേഹം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. John Milton is a wonderful poet that he allows his readers to imagine a wonderful house drawn by him through his words, through his poem, that the beauty of the house lies with the nature which is surrounded by the house. There are tall trees which is bosomed high in tufted trees. Okay, the phrase bosomed high in tufted trees, which means there were tall trees which protects the house with leafy trees. Okay, and there's a protection, calmness and harmonious nature surrounded by the house. The poet imagines that within this beautiful residence there may live a lovely lady. She is so attractive and graceful that she becomes the cynosure of neighboring eyes. The word cynosure means the center of attraction or attention. Thus the lady is admired by everyone around her and draws the gaze of all who see her. ഇനി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമാജിനേഷനിൽ മനോഹരമായിട്ടുള്ളൊരു ഹൗസ് ബിൽഡ് ചെയ്തു. ആ ഹൗസ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അതിന് ചുറ്റോറം ട്രീസ്, അതുപോലെ ഗ്രീൻ ലീവ്സൊക്കെ അങ്ങനെ എല്ലാം ഉണ്ട്. ഇനി അതിനകത്ത് ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ലേഡിയെയും കൂടി അദ്ദേഹം ഇമാജിൻ ചെയ്യുകയാണ്. ആ ലേഡിയുടെ പ്രത്യേകത ഇവിടെ പറയുന്നുണ്ട്. വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഗ്രേസ്ഫുള്ളായിട്ടുള്ള ഒരു ലേഡിയാണ്. ഇവിടെ എന്താ പറയുക, നെയ്ബേഴ്സിന് പോലും സൈനോഷ്വർ എന്ന് പറയുന്ന അർത്ഥം അവിടെ നമുക്ക് കൊടുക്കുന്നുണ്ട്. ഒരു അട്രാക്ഷൻ എന്നാണ്, അല്ലെങ്കിൽ ഒരു അറ്റൻഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്നവർക്കെല്ലാവർക്കും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അട്രാക്ഷൻ ആ ലേഡിയോട് തോന്നും വിധം അത്രയും ഭംഗിയുള്ള ഒരു ഫിഗറാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നത്. Here the poet draws a picture of a lady with his lines. A beautiful, attractive and graceful woman who is admired by everyone who looks at her. The lines create an atmosphere of beauty, elegance and charm.
The hidden mansion surrounded by nature and inhabited by a beautiful woman represents an ideal scene of happiness and contentment. ഈ വരികൾ ജോൺ മിൽട്ടൺ വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹം നേച്ചറിനെ അത്രയും ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് ഇവിടെ ഒരു ഹൗസിനെ മാത്രമല്ല, ഹൗസിൻ്റെ ഉള്ളിൽ ഒരു മനോഹരമായിട്ടൊരു ലേഡിയുടെ പിക്ചറും കൂടിയും അവിടെ ഇത് ആ ഒരു ലേഡിയുടെ പിക്ചർ ഇവിടെ കൊടുക്കുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം ഒരു ഹാപ്പിനെസ്, കണ്ടൻമെൻറ്റ് നൽകാനാണ്. റീഡേഴ്സിന് കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ടുള്ള രീതിയിൽ റീഡേഴ്സിനെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ പോയം അദ്ദേഹം വായിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ജോൺ മിൽട്ടൺ draws the picture or the image of a woman through his words in order to bring happiness and contentment to the readers. Through this, he praises the nature and its beauty. Critical appreciation. Milton uses vivid imagery to paint a charming picture of rural aristocratic life. The combination of natural beauty and human beauty reflects a Renaissance appreciation of harmony and perfection. The word cynosure effectively emphasizes the lady's attractiveness and social importance. The imagery appeals to the reader's imaginations and contributes to the cheerful mood of the poem. അപ്പോൾ ഇതിൽ മിൽട്ടൺ അദ്ദേഹം ധാരാളം അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷൻസ് ആയിട്ടുള്ള ധാരാളം ഇമേജറി ആസ്പെക്ട്സുകൾ അദ്ദേഹത്തിൻ്റെ പോയത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അത് റീഡേഴ്സിന് ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ അവർക്കത് വായിക്കാനായിട്ട് അത് അവർക്കൊരു ആകർഷകമാകാൻ വേണ്ടിയിട്ട് തന്നെയാണ് അദ്ദേഹം അങ്ങനെയൊരു കാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് മുഖേന നേച്ചറിനെയാണ് അദ്ദേഹം പ്രൈസ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഇവിടെ ഒരു ലേഡിയുടെ ഇമേജ് കൊണ്ടുവരുന്നതിനുള്ള വലിയൊരു കാരണം അദ്ദേഹം നേച്ചറിൻ്റെ ബ്യൂട്ടിയെ ലേഡിയുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. കൺക്ലൂഷൻ. Thus these lines describe a beautiful house nested among trees where a lovely woman lives, admired by all who see her. The passage highlights Milton's skill in creating vivid visual images and reinforces the joyful and delightful atmosphere that characterizes El Allegro. ജോൺ മിൽട്ടൻ്റെ വളരെ മനോഹരമായിട്ടുള്ള പോയം എൽ അലെഗ്രോ. ഇതിൽ അദ്ദേഹം നേച്ചറിനെ പ്രൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു റൂറൽ ലൈഫിനെ കാണിച്ചുകൊണ്ടൊക്കെയാണ് അദ്ദേഹം ഈ ഒരു പോയം എഴുതുന്നത്. ഇതിൽ അദ്ദേഹത്തിൻ്റെ വേർഡ്സ് കൊണ്ട് തന്നെ ധാരാളം ഇമേജസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ മനോഹരമായിട്ടുള്ള ഒരു ഇമേജാണ് ഒരു ഹൗസ്. ആ ഹൗസിന് ചുറ്റോരം ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ ടോൾ ട്രീസ്. അതുപോലെ നിറച്ച് പച്ചപ്പാണ്. അത് അങ്ങനെ ചുറ്റോരം നിറച്ച് ട്രീസ് എന്ന് പറയാൻ കാരണം ആ ഹൗസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഹാർമോണിയസ് ആക്കാനും അതുപോലെ തന്നെ ഒരു കാം ചിയർഫുൾ നേച്ചർ അവിടെ ക്രിയേറ്റ് ചെയ്യാനുമാണ്. ഇനി അതിൻ്റെ ഉള്ളിൽ, ആ ഹൗസിൻ്റെ ഉള്ളിൽ, ആ ഡ്വെല്ലിങ്ങിൻ്റെ ഉള്ളിൽ ഒരു ലേഡിയെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ലേഡിയുടെ ഇമേജ് എന്ന് പറയുന്നത് ബ്യൂട്ടി, ചാംനെസ്, അതുപോലെ പ്ലഷർ, ചിയർഫുൾനെസ്, ഇതൊക്കെയാണ് ഈ ലേഡിയുടെ ഇമേജ് മുഖേന ഈ ഒരു പോയത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ആ ലേഡിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ലേഡിയാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നേച്ചറിൻ്റെയും ഒരു ബ്യൂട്ടി ഇവിടെ പ്രൈസ് ചെയ്യപ്പെടുകയാണ്. റീഡേഴ്സിന് സ്വാഭാവികമായിട്ടും ഈ ഒരു പോയം വായിക്കാനും ഈ ഒരു പോയത്തിലോട്ടുള്ളൊരു അട്രാക്ഷൻ കൂട്ടാനും ഇതൊക്കെ കാരണമാകുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയില്ലോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ? അടുത്തത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. പുവർ കോർണസ് സീസ് ഹിസ് ഫ്രാൻറ്റിക് വൈഫ് എലോപ്പ് and curses wit and poetry and Pope. These lines are taken from Epistle to Dr. Arbuthnot, written by Alexander Pope. In this poem, Pope defends himself against his critics and satirizes those who attack him unfairly.
He points out that many critics dislike him not because of his poetry but because of their own personal problems and jealousy. ഈ ലൈൻസ് അലക്സാണ്ടർ പോപ്പ് എഴുതിയതാണ്. അദ്ദേഹത്തിൻ്റെ എപ്പിസൽ ടു ഡോക്ടർ അർബുത്നോട്ട് എന്ന പോയത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ വരികൾ. ഈ പോയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അലക്സാണ്ടർ പോപ്പ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഡോക്ടർ അർബുത്നോട്ട് ജോൺ അർബുത്നോട്ടാണ് അദ്ദേഹത്തിന് എഴുതിയിട്ടുള്ളതാണ്. അതൊരു ലെറ്റർ ഫോർമാറ്റിലാണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. അതുപോലെ ഈ ഒരു പോയത്തിൽ ഇവിടെ പോപ്പിനെ ധാരാളം എനിമീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ക്രിട്ടിസൈസ് ചെയ്തവരെയും അദ്ദേഹത്തിന് എനിമിയായിട്ട് തോന്നുന്നവരെയും ഡിഫെൻഡ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിൻ്റെ സറ്റാരിക്കൽ രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ലൈൻസിൽ. അദ്ദേഹം ഇവിടെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഡിഫെൻഡ് ചെയ്തുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്: പലരും എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എൻ്റെ പോയത്തിലുള്ള അല്ലെങ്കിൽ എൻ്റെ പോയട്രിയുടെ മികവ് കുറവ് കൊണ്ടൊന്നുമല്ല, അല്ലെങ്കിൽ അവർക്ക് എൻ്റെ പോയട്രി ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല അവരെന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, മറിച്ച് അവരുടെ പേഴ്സണൽ പ്രോബ്ലംസ് കൊണ്ടാണ്, അവർക്ക് എന്നോടുള്ള കുശുമ്പ് കൊണ്ടാണ്. ജലസി എന്ന് പറയുന്നത് കുശുമ്പ്, അസൂയയാണ്. അപ്പോൾ അവർക്ക് എന്നോടുള്ള അസൂയ കൊണ്ടാണ് അവരെൻ്റെ പോയത്തെയും എന്നെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എന്നാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സെൽഫ് ഡിഫെൻസും അതുപോലെ തന്നെ സോഷ്യൽ ക്രിറ്റിസിസവും രണ്ടും നമുക്ക് കാണാൻ സാധിക്കും. ദീസ് ലൈൻസ് ആർ ടേക്കൺ ഫ്രം എപ്പിസൽ ടു ഡോക്ടർ അർബുത്നോട്ട്. ഇറ്റ് ഈസ് റിട്ടൺ ബൈ അലക്സാണ്ടർ പോപ്പ്. ദ സ്പെഷ്യൽ ഫീച്ചർ ഓഫ് ദിസ് പോയം ഈസ് ദാറ്റ് ഇറ്റ് ഈസ് റിട്ടൺ in a letter form. It is written to his friend Dr. John Arbuthnot. There are two views found in this poem. One, self-defense. Secondly, sharp criticism. He points out to those who critics him that they critics him not because that they do not like him or do not like his poetry, but it is because they are jealous of him. It is because of their personal problems. And he has a self-defense on this topic. At the same time, he is not directly criticizing or he is directly exposing those critics, but it is indirectly, satirically, he exposes them with a humor. In these lines, Pope speaks about a man named Cornus, whose wife has run away with another man. Cornus is very upset and angry because of this personal tragedy. Instead of accepting the real reason for his misfortune, he blames everything else. He curses wit, പോയട്രി ആൻഡ് ഈവൻ പോപ്പ് ഹിംസെൽഫ്. അപ്പോൾ ഈ വരികളിൽ നിന്ന് നമുക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട് പോപ്പിനെ ആരോ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടെന്നും അപ്പോൾ ഇദ്ദേഹം സെൽഫ് ഡിഫെൻസ് ചെയ്യുകയാണ് എന്നുള്ളതും. അപ്പോൾ അതിനൊന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് പഠിക്കാം. ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ് വരുന്നത്. കോർണസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പോപ്പിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വൈഫ് അദ്ദേഹത്തിന് ഇട്ടിട്ട് വേറൊരു വ്യക്തിയുടെ കൂടെ പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വ്യക്തി കോർണസ് വളരെയധികം അപ്സെറ്റും ദേഷ്യവും ഒക്കെയാണ്. എന്ന് വെച്ചാൽ ആൾക്ക് ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ട്രാജഡി അത്രയും വലുതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിലുണ്ടായിരുന്ന ട്രാജഡി കാരണം മറ്റെല്ലാത്തിനെയും അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. കാരണം അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ട്രാജഡി, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ്, റിയൽ ലൈഫ് അല്ലെങ്കിൽ റിയൽ ലൈഫിലെ റീസൺസ് ഒന്നും തന്നെ അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് കോർണസ് വിറ്റിനെ ആകട്ടെ പോയിട്രി ആകട്ടെ പോപ്പിനെ തന്നെ ആകട്ടെ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടേയിരുന്നു. പോപ്പ് യൂസസ് ദിസ് എക്സാമ്പിൾ ടു ഷോ ഹൗ സം പീപ്പിൾ unfairly blame others for their own problems.
Cornus's anger against Pope is irrational because Pope had nothing to do with his wife's elopement. Similarly, many of Pope's critics attacked him because of their personal frustrations rather than any fault in his poetry. അപ്പോൾ കോർണസിൻ്റെ ഈ ഒരു എക്സാമ്പിൾ ഇവിടെ പോപ്പ് എടുത്തു കാണിക്കുന്നതിന് കാരണം ഒരാളല്ല പോപ്പിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്നത്, ധാരാളം വ്യക്തികൾ അദ്ദേഹത്തിനെ ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. അപ്പോൾ ഇതൊന്നും ഇദ്ദേഹത്തിൻ്റെ പോയിട്രിയുടെ പ്രശ്നമല്ല, പോപ്പിൻ്റെ പോയിട്രിയുടെ പ്രശ്നങ്ങളല്ല, മറിച്ച് കോർണസിനെ പോലെ ധാരാളം വ്യക്തികൾ സൊസൈറ്റിയിലുണ്ട്. അവരുടെ പേഴ്സണൽ ലൈഫിൽ കുറേ അധികം പ്രശ്നങ്ങളുണ്ടായിരിക്കും. അവരുടെ ഫ്രസ്ട്രേഷൻസും അവരുടെ ആങ്കറും ഇതെല്ലാം തന്നെ അവർ എന്ത് കണ്ടാലും അതിനൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും. കാരണം എന്താ, അവരുടെ പേഴ്സണൽ ട്രാജഡിയെ ഒളിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അവരത് അക്സെപ്റ്റ് ചെയ്യില്ല. അതിനുവേണ്ടി അത് മറിച്ചുകൊണ്ടാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ ആകട്ടെ പോപ്പിനും കോർണസിൻ്റെ വൈഫിൻ്റെ ആ ഒരു ഒളിച്ചോട്ടവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പിന് ഈ ഒരു കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ വെറുതെ ഇരിക്കുന്ന പോപ്പിൻ്റെ പോയിട്രിയാണ് കോർണസ് ക്രിട്ടിസൈസ് ചെയ്തിരുന്നത്. The lines are humorous and satirical. Pope uses irony to expose the foolishness of people who blame others for their own failures and unhappiness. Through the character of Cornus, he criticizes critics who allow personal feelings and prejudices to influence their judgment. The passage also shows Pope's wit and his skill in turning personal attacks into satire. ഓൾറെഡി നമ്മൾ പഠിച്ചു, ഈ ലൈൻസിൽ ഒന്നും തന്നെ പോപ്പ് ഡയറക്റ്റായിട്ട് അവരെ ക്രിട്ടിസൈസ് ചെയ്തിരുന്നവരെ അദ്ദേഹം വിമർശിക്കുന്നില്ല. മറിച്ച് വളരെ ഹ്യൂമറസ് ആയിട്ട് സറ്റയറിക്കലായിട്ടാണ് അദ്ദേഹം അവരോട് ഈ ലൈനിൽ കൂടെ തന്നെ സംസാരിച്ചിരുന്നത്. അപ്പോൾ അതിന് ആയിട്ട് അദ്ദേഹം ധാരാളം ഐറണീസ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചിരുന്ന ഐറണിയൊക്കെ എന്തിനായിരുന്നു? ടു എക്സ്പോസ് ഈ പറയുന്ന കോർണസിനെ പോലെയുള്ള ഫൂളിഷ് ആൾക്കാരനെ. അവരവരുടെ മിസ്റ്റേക്സോ അല്ലെങ്കിൽ അവരുടെ ലൈഫ് അവരെ അക്സെപ്റ്റ് ചെയ്യാതെ മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഫൂളിഷ് ആൾക്കാരെ ബ്ലെയിം ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം സെൽഫ് ഡിഫെൻസ് ചെയ്തുകൊണ്ട് ഐറണികൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാസേജ് എന്ന് പറയുന്നത് പോപ്പിൻ്റെ വിറ്റും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്കില്ലും അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് എന്തിനായിരുന്നു? ഒരു പേഴ്സണൽ അറ്റാക്ക്, ഓക്കെ, പേഴ്സണൽ അറ്റാക്കിനെ സറ്റയറാക്കി അദ്ദേഹം മാറ്റുകയാണ് ചെയ്യുന്നത്. Thus, these lines highlight Pope's view that much criticism comes from jealousy, resentment, and personal disappointment rather than honest literary judgment. Through the example of Cornus, Pope humorously exposes the unfair and baseless nature of such criticism. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അലക്സാണ്ടർ പോപ്പാണ്, അല്ലെങ്കിൽ പോപ്പ് അലക്സാണ്ടർ ആണ് ഈ പോയം എഴുതിയിട്ടുള്ളത്. എപ്പിസൽ ടു ഡോക്ടർ അർബുത്നോട്ട് എന്ന ഒരു പോയത്തിൽ നിന്നും എടുത്തിട്ടുള്ള വരികളാണിത്. ഈ പോയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ലെറ്റർ ഫോമിലാണ് ഇത് അദ്ദേഹം എഴുതുന്നത്. ജോൺ അർബുത്നോട്ട് എന്ന അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിന് ഈ അലക്സാണ്ടർ പോപ്പ് എഴുതുന്ന ഒരു ലെറ്റർ ഫോം ആയിട്ടുള്ള ഒരു പോയമാണിത്. ഈ പോയം എഴുതാനുള്ള മെയിൻ കാരണം ധാരാളം ക്രിട്ടിക്സ് ഇദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അവർക്കെതിരെ അദ്ദേഹം എഴുതുന്നതാണ്. അദ്ദേഹത്തിനെ തന്നെ സെൽഫ് ഡിഫെൻസ് ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതുന്നതാണ്. ആ പറയുന്ന ഇദ്ദേഹത്തിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ ഉദ്ദേശിച്ചാണ് ഇദ്ദേഹം എഴുതുന്നത്. അതെടുത്ത് പറയുകയാണെങ്കിൽ കോർണസ് എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ വൈഫ് അദ്ദേഹത്തെ ഉപേക്ഷിച്ച് മറ്റൊരാളുടെ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് പോപ്പിന് ഒരു ബന്ധവുമില്ല. എങ്കിൽ പോലും കോർണസിൻ്റെ ലൈഫ് ഒരു ട്രാജഡിയിൽ അവസാനിച്ചത് കൊണ്ട് തന്നെ കോർണസിൻ്റെ പേഴ്സണൽ ഫീലിങ്സ്, പേഴ്സണൽ ഗ്രഡ്ജ്, അദ്ദേഹത്തിൻ്റെ ആങ്കർ എല്ലാം തന്നെ അദ്ദേഹം മറ്റുള്ളവരിലായിരുന്നു പ്രതിഫലിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്ത് കണ്ടാലും അതിനൊക്കെ കുറ്റം പറയുന്ന വ്യക്തിയായിരുന്നു കോർണസ്. കാരണം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ് അത്രയും ട്രാജിക്കലായിരുന്നു.
അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അലക്സാണ്ടർ പോപ്പിൻ്റെ പോയത്തെയും ക്രിട്ടിസൈസ് ചെയ്തിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു എക്സാമ്പിൾ ആക്കിയാണ് ഇവിടെ പോപ്പ് പറയുന്നത്, കോർണസിനെ പോലെ ധാരാളം വ്യക്തികൾ തൻ്റെ പോയത്തെ ഇഷ്ടപ്പെടാഞ്ഞിട്ടോ അല്ലെങ്കിൽ തൻ്റെ പോയത്തിനൊരു കുറ്റമുണ്ടായിട്ടോ അല്ലെങ്കിൽ പോപ്പിന് ഇഷ്ടപ്പെടാഞ്ഞിട്ടോ ഒന്നുമല്ല അവർ തൻ്റെ പോയത്തെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, മറിച്ച് അവരുടെ പേഴ്സണലായിട്ടുള്ള പ്രോബ്ലംസ് അവർ മറ്റുള്ളവരിൽ പ്രതിഫലിപ്പിക്കുന്നത് ഈ തരത്തിലാണ് എന്ന് പറയുന്നതാണ് ഈ ഒരു കംപ്ലീറ്റ് ഈ പറയുന്ന ലൈൻസിൻ്റെ മീനിങ്. ഇത്രയും നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്തതിന് ശേഷം അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആ ഒരേ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ പഠിച്ചത്. അതിൽ 4 സബ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 4 ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നാമത്തേത്, സോ ഓർഫിയസ് ഡിഡ് ഫോർ ഹിസ് ഓൺ ബ്രൈഡ്, സോ ഐ അൺടു മൈസെൽഫ് അലോൺ വിൽ സിംഗ്, ദ വുഡ്സ് ഷാൽ ടു മീ ആൻസർ ആൻഡ് മൈ എക്കോ റിംഗ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 2-3 പ്രാവശ്യം ക്വസ്റ്റ്യൻ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കൂ. അതിനുശേഷം ആലോചിച്ചെടുക്കുക ഇതാരാണ് എഴുതിയത്, എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, നമുക്കൊന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. യെസ്, ഞാൻ ആൻസർ പറയുന്നതിന് മുൻപേ നിങ്ങൾക്കത് മനസ്സിലായെങ്കിൽ വെരി ഗുഡ്. എഡ്മണ്ട് സ്പെൻസർ ആണ് എഴുതിയിട്ടുള്ളത്. എപ്പിത്തലോമിയോൻ എന്നുള്ള വർക്കിൽ നിന്നും എടുത്തിട്ടുള്ള സ്റ്റാൻസയാണത്. ഇത് എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മാരേജ് ഡേ എലിസബത്ത് ബോയ്ലെയാണ് അദ്ദേഹം മാരി ചെയ്യുന്നത്. അപ്പോൾ അവൾക്ക് വേണ്ടി എഴുതിയ ഒരു പോയമാണ്. അപ്പോൾ ഇവിടെ ഗ്രീക്ക് മിത്ത് പോയിട്ടായിട്ടുള്ള ഓർഫിയസിനെ അദ്ദേഹം കമ്പയർ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെൻസറെ ഓർഫിയസ് ആയിട്ട് ഇവിടെ കമ്പയർ ചെയ്യുന്നുണ്ട്. അതുപോലെ എലിസബത്ത് ബോയ്ലെയെ ഓർഫിയസിൻ്റെ വൈഫുമായിട്ടാണ് ഇവിടെ ഒരു കമ്പാരിസൺ നടത്തുന്നത്. ഓർഫിയസിൻ്റെ വലിയൊരു പ്രത്യേകത നേച്ചർ പോലും ഇദ്ദേഹത്തിൻ്റെ പോയം കേട്ട് കഴിഞ്ഞാൽ നേച്ചർ പോലും അത് ആസ്വദിക്കുന്ന ഒരു പ്രകൃതമാണ് ഉള്ളത്. അത്രയും മനോഹരമാണ് ഇദ്ദേഹത്തിൻ്റെ പോയം. അപ്പോൾ അതുകൊണ്ട് തന്നെ എഡ്മണ്ട് സ്പെൻസർ പറയുകയാണ്, തൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടിയിട്ടുള്ള പോയം എഴുതുമ്പോൾ അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ നേച്ചർ ഇദ്ദേഹത്തിന് ഓഡിയൻസ് ആയിട്ട് നിൽക്കുമെന്നും, അതുപോലെ ഇദ്ദേഹം ഈ പോയം ആലപിക്കുമ്പോൾ അല്ലെങ്കിൽ അത് സിങ് ചെയ്യുന്ന സമയത്ത് വുഡ്സ് അദ്ദേഹത്തിൻ്റെ വേർഡ്സുകൾ ചെവി കൊണ്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ നേച്ചറിന് ചെവിയുണ്ട്, കേൾക്കാൻ സാധിക്കും, സംസാരിക്കാൻ സാധിക്കും. അതുകൊണ്ട് നേച്ചർ ഇവിടെ റിയാക്ട് ചെയ്യും എന്നാണ് പറയുന്നത്. നേച്ചർ ഇത് കേട്ടുകൊണ്ട് ഇതിനൊരു റിപ്ലൈ തരുന്നുള്ള അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യും എന്നുള്ള രീതിയിലാണ് ഈ പോയം എഴുതിയിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ജസ്റ്റ് ഒന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്യാനായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രീഫായിട്ട് പറഞ്ഞതാണ് കേട്ടോ. രണ്ടാമത്തെ ചോദ്യത്തിൽ ഹി യാഫ് നാറ്റ് ഓഫ് ദാറ്റ് ടെക്സ്റ്റ് പുൾഡ് ഹെൻ that said that hunters be not holy men, nay that a monk one he is cloisterless is likened till a fish that is waterless. ഈ ഒരു പോയം ഈ ലൈൻസ് നമ്മൾ പഠിച്ചതാണ്. ഓർമ്മയുള്ളവരൊന്ന് ജസ്റ്റ് ഇതാരാണ് എഴുതിയതെന്നെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ നാറ്റ് NAT എന്ന് പറയുന്നത് നോട്ട് എന്നതാണ്. ഓക്കെ, അതുപോലെ LYKNED ലൈക്കൻഡ് എന്ന് പറയുമ്പോൾ ലൈക്ക്, അതാണ് ഇവിടെ. അങ്ങനെ നമുക്ക് വായിച്ചെടുക്കാം. കാൻറ്റർബറി ടെയിൽസിൽ നിന്നും എടുത്തിട്ടുള്ള വരികളാണിത്. ജോഫ്രെ ചൗസറാണിത് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം കാൻറ്റർബറിയിൽ നിന്നും പിൽഗ്രിംസിൽ നിന്നും കാൻറ്റർബറിയിലോട്ടുള്ള ഒരു യാത്രയെ കുറിച്ചിട്ടാണ്. ഇതൊന്നുമല്ല ഇതിൽ പ്രധാനപ്പെട്ടത്. ഒരു മങ്ക് അദ്ദേഹം ഒരു റെപ്രസെൻ്റ് ചെയ്യുകയാണ് റിലീജിയസ് ലൈഫിനെ ഒരു മങ്കുമായിട്ട്. അന്നത്തെ ആ ഒരു സൊസൈറ്റിയിൽ നിലനിന്നിരുന്ന റിലീജിയസ് ലൈഫിൽ ഉണ്ടായിരുന്ന പാളിച്ചകളെയാണ് ഇദ്ദേഹം ഇങ്ങനെ ഹ്യൂമറസ് ആയിട്ട് സറ്റൈറിക്കലായിട്ട് അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നത്. ശരിക്കും ഒരു മങ്ക് അല്ലെങ്കിൽ ഒരു റിലീജിയസ് വ്യക്തിയായ ഒരു സന്യാസി എന്ന് പറയുന്നത് ശരിക്കും എങ്ങനെയായിരിക്കണം, ഒരു ഹോളി ലൈഫായിരിക്കണം ലീഡ് ചെയ്യുക എന്നതാണ് സൊസൈറ്റി ചിന്തിച്ചിരുന്നത്. അതേസമയം ധാരാളം, എല്ലാവരെയും അല്ല ഇദ്ദേഹം പറയുന്നത്, ധാരാളം മങ്ക്സ് അന്നത്തെ ആ സൊസൈറ്റിയിൽ
ജീവിച്ചിരുന്നത് വളരെ ലക്ഷൂറിയസ് ലൈഫിലായിരുന്നു. അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ വേൾഡ്ലി പ്ലഷേഴ്സ് റിജക്റ്റ് ചെയ്തുകൊണ്ടാണ് ഒരു മങ്ക് ആകുന്നത്. പക്ഷെ അതേസമയം മങ്ക് ആയതിനു ശേഷം ഇവിടെ വേൾഡ്ലി പ്ലഷേഴ്സ് അനുഭവിക്കുന്നതും അതുപോലെ തന്നെ വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യുന്ന മങ്സിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് എഴുതിയ ഒരു പോയമാണ്. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ. ബോസംഡ് ഹൈ ഇൻ ടഫ്റ്റഡ് ട്രീസ് where perhaps some beauty lies, the cynosure of neighboring eyes. ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ സൈനോഷർ എന്നുള്ള വാക്കൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. നമ്മൾ ഓൾറെഡി എന്താണ് സൈനോഷർ എന്ന് ക്വസ്റ്റ്യനിൽ ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇതാരാണ് എഴുതിയതെന്നൊന്നും ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? യെസ്, ജോൺ മിൽട്ടൺ ആണ് ഇത് എഴുതിയിരിക്കുന്നത്. എൽ അലെഗ്രോ എന്നിൽ നിന്ന് എടുത്തിട്ടുള്ള ലൈൻസാണിത്. അദ്ദേഹം അദ്ദേഹം നേച്ചറിനെ പ്രൈസ് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ള വരികളാണ്. അവിടെ ഒരു വീട്, ഒരു ഡ്വെല്ലിംഗ്, ഒരു ഹൗസ് അത് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വേർഡ്സിനാൽ. അവിടെ ചുറ്റോരം, വീടിന് ചുറ്റോരം നിറച്ച് ടോൾ ട്രീസും പച്ചപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ആ വീടിൻ്റെ ഹാർമോണിയസ് ആയിട്ടുള്ള പീസ്ഫുൾ നേച്ചറിനെയാണ്. കാംനെസ്, അതുപോലെ തന്നെ ഹാപ്പിനെസ്, ഇതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അതിൽ പിന്നീട് പറയുന്നുണ്ട് ഒരു അട്രാക്റ്റീവായിട്ടുള്ള ലേഡിയെ ഈ ഹൗസിൽ പിന്നീട് അദ്ദേഹം ചിത്രീകരിക്കുന്നുണ്ട്. അത് അവിടുത്തെ ഹാപ്പിനെസ് കൂട്ടാനായിട്ട് സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു പോയമാണിത്. നേച്ചറിൻ്റെ ബ്യൂട്ടിയാണ് ഇവിടെ ഈ അട്രാക്റ്റീവ് ലേഡി എന്ന ഒരു ഫ്രേസ് കൊണ്ട് അദ്ദേഹം കമ്പയർ ചെയ്യുന്നത്. നെയ്ബറിങ് ഐസ് എന്ന് പറയുമ്പോൾ ആ ലേഡിയെ കാണുന്ന ചുറ്റുപാടുമുള്ള എല്ലാവരും ആരൊക്കെ ഈ ലേഡീനെ കാണുന്നുണ്ടോ അവർക്കൊക്കെ ഭയങ്കര ഒരു അട്രാക്ഷനും അറ്റൻഷനും വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. റീഡേഴ്സിന് അത്രയും അട്രാക്റ്റീവായി വായിക്കാനായിട്ട്, നേച്ചറിനെ കുറിച്ച് കൂടുതൽ ഡെപ്തിൽ വായിക്കാനായിട്ടാണ് ഈ പറയുന്ന പദങ്ങളെല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി നമ്മൾ പറഞ്ഞായിരുന്നു. പുവർ കോർണർ സീസ് ഈസ് എ ഫ്രാൻറ്റിക് വൈഫ് എലോപ്പ് ആൻഡ് കേഴ്സസ് വിറ്റ് ആൻഡ് പോയട്രി ആൻഡ് പോപ്പ്. ഇത് നമ്മൾ ലാസ്റ്റ് പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആരാ ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്? ഈ വരികൾ എവിടെ നിന്നും എടുത്തിട്ടുള്ളതാണ്? ഓർമ്മയില്ലേ? യെസ്, ഡോക്ടർ അലക്സാണ്ടർ പോപ്പാണ് ഇത് എഴുതിയിട്ടുള്ളത്. എപ്പിസൽ ടു അർബുത്നോട്ട് എന്ന ഒരു കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ ഒരു പോയം. പോയത്തിലെ വരികൾ ഇത് എഴുതിയിരിക്കുന്നത് ഒരു ലെറ്റർ ഫോമാറ്റിലാണ്. ഡോക്ടർ അർബുത്നോട്ട് അദ്ദേഹത്തിന് വേണ്ടി തന്നെയാണ് അലക്സാണ്ടർ പോപ്പ് അദ്ദേഹത്തിനാണ് എഴുതിയിട്ടുള്ളത് ഈ ഒരു ലെറ്റർ. ഇത് അവിടെ കുറേ അധികം ആൾക്കാർ അലക്സാണ്ടർ പോപ്പിനെ ക്രിറ്റിസിസം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കെതിരെ ഒരു സെൽഫ് ഡിഫെൻസ് എന്ന രീതിയിലാണ് അദ്ദേഹം എഴുതുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ, അവരെങ്ങനെയാണ് അവരുടെ പ്രശ്നങ്ങളെ സപ്രസ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനെ ക്രിറ്റിസിസം ചെയ്യുന്നത്, നമ്മളിൽ കാണുന്ന ഫോൾട്ട് നമ്മളത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റുള്ളവരെ പലപ്പോഴും കരുവാക്കിക്കൊണ്ട് അവരുടെ ഫോൾട്ടുകൾ എടുത്തു കാണിക്കുന്നത്. ഇതാണ് ഈ ഒരു പോയത്തിലെ ബേസ് ആയിട്ടുള്ളത്. അതിനായിട്ട് അദ്ദേഹം കോർണസിനെ ഇവിടെ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. റെപ്രസെൻറ്റ് ചെയ്യുന്നത് മറ്റെല്ലാ ക്രിട്ടിസൈസേഴ്സിനെയും ആണ്. അപ്പോൾ അവരൊക്കെ ക്രിറ്റിസിസം ചെയ്തിരുന്ന മറ്റെല്ലാവരെയും പോയിൻ്റ് ഔട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് കോർണസിനെ. ഓക്കെ, നമുക്കിനി സെക്കൻഡ് ക്വസ്റ്റ്യൻ പഠിച്ചാലോ. കമ്പയർ എപ്പിത്തലാമിയോൻ ആൻഡ് പ്രൊത്താലോമിയൻ ആസ് വെഡിങ് സോങ്സ്. ഇവിടെ എപ്പിത്തലോമിയോൻ എന്നുള്ള ആ ഒരു വേർഡ് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വന്നു? നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആരാ? എഡ്മണ്ട് സ്പെൻസർ. ഓർമ്മ വന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓർമ്മ വരണം നമുക്ക്. ആൻസർ നോക്കാം. എപ്പിത്തലാമിയോൻ ആൻഡ് പ്രൊത്താലോമിയോൻ ആർ ടു ഫേമസ് വെഡ്ഡിംഗ് പോയംസ് written by poet Edmund Spenser. Although both poems celebrate marriage, they differ in their purposes, tone, structure and subject matter.
എപ്പിത്തലോമിയൻ ആകട്ടെ പ്രോത്താലോമിയനും രണ്ടും എഡ്മണ്ട് സ്പെൻസർ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള പോയംസ് ആണ് ഇതെന്ന് പറയുന്നു. രണ്ടും ഒരേ ബേസ് ആണുള്ളത്, അല്ലെങ്കിൽ ഒരേ കൺസെപ്റ്റ് ആണുള്ളത്, സെലിബ്രേറ്റിംഗ് മാരേജ് ആണ്. പക്ഷേ എങ്കിൽ ഈ രണ്ട് പോയത്തിലും ധാരാളം വ്യത്യാസങ്ങളുണ്ട്. അതിൻ്റെ പേർപ്പസ് ആകട്ടെ, ടോൺ, സ്ട്രക്ചർ, സബ്ജക്റ്റ്, ഇതിലെല്ലാം തന്നെ വ്യത്യാസങ്ങൾ കാണാം. The most important difference is their themes and purpose. Epithalamion was written to celebrate Spenser's own marriage. Therefore, it is a personal and emotional poem. The poet expresses his joy, love, hopes, and prayers for a happy married life. On the other hand, Protalamion was written to celebrate the marriages of Lady Elizabeth and Lady Catherine Somerset. It is not a personal poem, but a public celebration of an important social event. ഇവിടെ എപ്പിത്തലോമിയനിലും അതുപോലെ തന്നെ പ്രൊത്താലോമിയനിലും രണ്ടിനും തമ്മിലുള്ള വലിയ വ്യത്യാസം എന്ന് പറയുന്നത് അതിൻ്റെ പേർപ്പസ് തന്നെയാണ്. കാരണം എപ്പിത്തലോമിയൻ നമുക്ക് ഓൾറെഡി അറിയാം, എഡ്മണ്ട് സ്പെൻസർ അദ്ദേഹം എലിസബത്തിനെ വിവാഹം കഴിക്കുന്നുണ്ട്. അപ്പോൾ ആ മാരേജ് ഡേ അവർ ആഘോഷിക്കുന്നതാണ്. അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫാണ് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതേസമയം ഇവിടെ എപ്പിത്തലോമിയൻ എന്ന് പറയുന്ന ഒരു ഇമോഷണൽ പോയമാണ്. ഇവിടെ നമ്മുടെ ഇവൻ്റെ സ്വന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെൻസറിൻ്റെ സ്വന്തം മാരേജ് ഇവിടെ ആഘോഷിക്കപ്പെടുമ്പോൾ എന്തൊക്കെ ഫീലിങ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക? ജോയ്, ലവ്, ഹോപ്പ്, ഇതൊക്കെ തന്നെയാണ്. പിന്നെ പ്രേയേഴ്സ്, ഇതൊക്കെ തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത്. ആ ഫീലിങ്സ് അതൊക്കെ തന്നെയാണ്. ഒരു ഹാപ്പി മാരീഡ് ലൈഫ് ഉണ്ടാകാനുള്ള പ്രേയേഴ്സും എല്ലാം അവിടെ അടങ്ങിയിട്ടുണ്ട്. അതേസമയം എപ്പിത്തലോമിയൻ എന്ന് പറയുന്നത് പ്രൊത്താലോമിയൻ എന്ന് പറയുന്നത് ഡിഫറൻസ് ഉണ്ട്. ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത് സോമർസെറ്റിൻ്റെ മക്കളായിട്ടുള്ള ലേഡി എലിസബത്തിൻ്റെയും ലേഡി കാതറിൻ്റെയും വിവാഹമാണ്. അതൊരിക്കലും ഒരു പേഴ്സണൽ പോയം ആകുകയില്ല. അതൊരു പബ്ലിക് സെലിബ്രേഷനാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഷ്യൽ ഈവൻ്റ് ആണ്. അത് പക്ഷേ ഒരിക്കലും പേഴ്സണൽ അല്ല. അത് തന്നെയാണ് അതിൽ കാണുന്ന വലിയൊരു ഡിഫറൻസും. The tone of the two poems is also different. Epithalamion has a warm, intimate and joyful tone because the poet is directly involved in the marriage. He shares his feelings and emotions with the readers. In contrast, Protalamion has a formal and ceremonial tone. It focuses more on the dignity and importance of the marriage alliance than on personal emotions. സ്പെൻസർ എലിസബത്ത് ബോയ്ലിനെ വിവാഹം കഴിക്കുന്ന ആ ഒരു ദിവസത്തെക്കുറിച്ചിട്ടാണ് എപ്പിത്തലോമിയനിൽ നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പോയത്തിൻ്റെ വലിയൊരു ടോൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു വാം, ഇൻറ്റിമേറ്റ്, ജോയ്ഫുൾ ടോണാണ് ഇവിടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത്. ഇവിടെ അദ്ദേഹം ഷെയർ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഫീലിങ്സ്, ഇമോഷൻസ്, അതൊക്കെ വളരെ ഇൻറ്റിമേറ്റ് ആണ്. അതാണ് അദ്ദേഹത്തിൻ്റെ റീഡേഴ്സുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇവിടെ ഈ പറയുന്ന പ്രൊത്താലോമിയോനും എഴുതിയിട്ടുള്ളത് സ്പെൻസറാണ്. പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ് ആയിട്ടൊരു ബന്ധവുമില്ല. അത് എഴുതിയിട്ടുള്ളത് എഡ്വേർഡ് സോമർസെറ്റിൻ്റെ മക്കളുടെ മാരേജിനെ കുറിച്ചിട്ടാണ് ഇദ്ദേഹം ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു സോഷ്യൽ ഈവൻ്റ് ആണ്. അത് അദ്ദേഹം പേഴ്സണൽ ഫീലിങ്സ് അവിടെ കൊടുക്കുന്നില്ല. അതൊരു സോഷ്യൽ ഈവൻ്റ് ആയിട്ട് അതേസമയം അദ്ദേഹം ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു ഫോർമലായിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ഒരു സെറമണിയൽ ടോണും ഈ ഫോർമലായിട്ട് തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡിഗ്നിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് നൽകുന്നത്, പേഴ്സണൽ ഇമോഷൻസിനല്ല. The structure of the poems also shows their differences. Epithalamion consists of 24 stanzas with a varied rhyme scheme. This variety reflects the excitement and changing moods of the wedding day. Protalamion, however, has a more regular and balanced structure, which suits its formal and public nature.
ഇവിടെ എപ്പിത്തലോമിയൻ എന്ന് പറയുന്നത് 24 സ്റ്റാൻസുള്ള ഒരു ഒരു പോയമാണ്. അതിൻ്റേതായ എല്ലാ എക്സൈറ്റ്മെൻറ്റ്സും, ആ വെഡ്ഡിങ് ഡേയുടെ എല്ലാ എക്സൈറ്റ്മെൻറ്റ്സും സന്തോഷം എല്ലാം നമുക്കവിടെ കാണാൻ സാധിക്കും. അതേസമയം പ്രൊത്താലോമിയൻ എന്ന് പറയുന്നത് സാധാരണ ഒരു പോയമാണ്, ഒരു ഫോമൽ ലുക്കിലാണ് അത് രചിച്ചിരിക്കുന്നത്. ഓക്കെ. The imagery used in the poems is another point of contrast. In Epithalamion, Spenser describes the events of the wedding day, the bride, the wedding ceremony, and the beauty of nature. The poem is filled with blessings, prayers, and personal reflections. In Prothalomion, the imagery is more grand and ceremonial. The poet uses classical and mythological references, especially the image of two swans floating on the river Thames, to symbolize the two brides and their beauty. ഇവിടെ സ്പെൻസർ എപ്പിത്തലോമിയൻ അത്രയും ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് രചിച്ച ഒരു പോയം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഈവൻസുകൾ അത്രയും മനോഹരമാക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ വെഡ്ഡിങ് ഡേ, ആ ഒരു സെറമണി അത്ര മനോഹരമാക്കാനായിട്ട് ബ്യൂട്ടി ഓഫ് നേച്ചറിനെ ഒക്കെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പോയത്തിൽ. ആ പോയത്തിൽ ഫുൾ ഓഫ് ബ്ലെസ്സിങ്സും പ്രേയേഴ്സും പേഴ്സണൽ റിഫ്ലക്ഷൻസ് ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം പ്രൊത്തലോമിയനിൽ നമുക്ക് കാണാൻ സാധിക്കുക അതിൻ്റെ ഒരു ഗ്രാൻഡ് ലുക്ക്, ഗ്രാൻഡ് സെറമണി ആയിട്ടാണ്. ഒരു പേഴ്സണൽ ഫീലിംഗ് അല്ല, മറിച്ച് അതിൻ്റെ ആ ഒരു വലുപ്പത്തെയാണ് അവിടെ ചിത്രീകരിക്കുക. എത്രമാത്രം ഗ്രാൻഡായിരുന്നു ആ ഒരു കാര്യങ്ങളാണ് അവിടെ ചിത്രീകരിക്കുന്നത്. അവിടെ പോയിറ്റ് യൂസ് ചെയ്തിരിക്കുന്ന ക്ലാസിക്കൽ ആൻഡ് മിത്തോളജിക്കൽ റെഫറൻസസ് ലൈക്ക് 2 സ്വാൻസ്, അത് ഒരു റിവറിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന ഒരു രംഗമുണ്ട്. റിവർ തേംസിൽ ഫ്ലോട്ട് ചെയ്യുന്ന ഒരു രംഗം, അതത്രയും മനോഹരമായിട്ട് അദ്ദേഹം സിംബലൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അദ്ദേഹം കമ്പയർ ചെയ്യുന്നത് അവിടെ 2 ബ്രൈഡുകളുടെ അവരുടെ ആ ബ്യൂട്ടി, ആ വിത്ത് നേച്ചർ, ആ ബ്യൂട്ടിയുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് ആ സ്വാൻസിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് തന്നെ. Despite these differences, the poems have some similarities. Both are wedding songs celebrating marriage. Both use rich imagery, musical language, and references to nature and classical mythology. In both poems, Spenser presents marriage as a sacred and joyful union worthy of celebration. ഈ 2 പോയത്തിലും ധാരാളം ഡിഫറൻസസ് നമ്മൾ കണ്ടെങ്കിലും അതുപോലെ തന്നെ സിമിലാരിറ്റീസും ഉണ്ട്. ഇത് 2 വെഡ്ഡിങ് സോങ്സ് ആണ്, 2 മാരേജാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. 2നും റിച്ച് ഇമാജറീസ്, മ്യൂസിക്കൽ ലാംഗ്വേജസ്, അതുപോലെ തന്നെ നേച്ചർ, ക്ലാസിക്കൽ മിത്തോളജി ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്പെൻസർ 2 പോയത്തിലും പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് മാരേജ് എന്ന് പറയുന്നത് പവിത്രമായിട്ടുള്ള, സേക്രഡ് ആയിട്ടുള്ള, അതുപോലെ ജോയ്ഫുൾ യൂണിയനാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു തീമാണ് അദ്ദേഹം ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. മാരേജ് എന്ന് പറയുന്നത് സേക്രഡും അതുപോലെ ഒരു ജോയ്ഫുൾ യൂണിയനുമാണ്. സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും വേർതി ആയിട്ടുള്ള ഒന്നാണ് മാരേജ്. ഇൻ കൺക്ലൂഷൻ, Epithalamion is a personal and emotional wedding song celebrating Spenser's own marriage, while Prothalomion is a formal and public poem celebrating the marriages of 2 noble ladies. Together, they demonstrate Spenser's poetic skill and his ability to transform wedding celebrations into beautiful works of art. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ എപ്പിത്തലോമിയൻ്റെയും പ്രൊത്തലോമിയൻ്റെയും 2ൻ്റെയും ഡിഫറൻസും സിമിലാരിറ്റീസും നമ്മൾ പഠിച്ചു. ആ പഠിച്ച കാര്യങ്ങൾ നമ്മളിവിടെ എഴുതിയാൽ മതി. എപ്പിത്തലോമിയൻ എന്ന് പറയുന്നത് പേഴ്സണലും ഇമോഷണലുമായിട്ടുള്ളൊരു വെഡ്ഡിങ് സോങ് ആണ്. അത് അദ്ദേഹത്തിൻ്റെ തന്നെ പേഴ്സണൽ എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ തന്നെ മാരേജിനെ കുറിച്ചിട്ടാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതേസമയം പ്രൊത്തലോമിയൻ എന്ന് പറയുന്നത് ഫോമലും പബ്ലിക്കുമായിട്ടുള്ളൊരു പോയമാണ്. 2 ലേഡീസിൻ്റെ മാരേജിനെ കുറിച്ചിട്ടാണ് അവിടെ എഴുതിയിട്ടുള്ളത്. 2 സ്പെൻസറിൻ്റെ പോയറ്റിക് സ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. വീഡിയോയുടെ അവസാനം ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 ദിവസം കൊണ്ട് എങ്ങനെയാണ് നമുക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക.
എക്സാം പ്രിപ്പറേഷനായിട്ട് ഒട്ടും സമയമില്ലാത്ത കുട്ടികളോടാണ് ഞാൻ പറയുന്നത്. ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ പഠിച്ച് ഇനി പഠിക്കാനൊന്നും നിങ്ങൾക്ക് ടൈം ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നിങ്ങൾ സമയം കളയേണ്ട ആവശ്യം ഇല്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമാണ് നമുക്ക് എപ്പോഴും എക്സാമിന് നമുക്ക് ചോദിക്കാറുള്ളത്. അപ്പം നിങ്ങൾ എക്സാമിന് പ്രിപ്പറേഷനായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം റെഫർ ചെയ്താൽ മതിയാവും. എന്നുവെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ച് മതിയോ? ഇല്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഓക്കെ, അപ്പോൾ അതെല്ലാം നമുക്ക് സൈറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ഇവിടെ ജൂൺ 2025 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാനത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടില്ല. ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ എൻ്റെ വീഡിയോനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഞാനിടുന്ന വീഡിയോ ഇനി നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങൾ ടൈം കളയാതെ ആ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ഇരുന്ന് നിങ്ങൾക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് പഠിച്ചു എന്ന് ഷുവർ ചെയ്യുക, ഉറപ്പുവരുത്തുക. ഒരു ദിവസം അറ്റ്ലീസ്റ്റ് 2-3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്കിലും കവർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു 5 ദിവസത്തെ പ്രിപ്പറേഷനാണ്. മറ്റുള്ള എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ഒരു 5 ദിവസം പ്രിപ്പയർ ചെയ്ത് നോക്കിക്കേ. 5 ദിവസം നിങ്ങൾക്ക് ആവശ്യം വരില്ല ഈ പറയുന്ന മെത്തേഡിൽ ഞാൻ ചെയ്യുകയാണെങ്കിൽ. അടുത്തതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ഞാൻ പറയുന്നത്, MEG 1-ൽ നിങ്ങൾക്ക് ആകെ വരുന്ന ടോപ്പിക്സാണ് ഈ കൊടുത്തിട്ടുള്ളത്. ചൗസർ, സ്പെൻസർ, ഡോൺ, മിൽട്ടൺ, റൊമാൻറ്റിക് ഏജ്, ഈലിയറ്റ്, യീറ്റ്സ്, ധ്യാലൻ തോമസ്, പിന്നെ സിൽവിയ പ്ലാത്ത്. അപ്പോൾ ഇവരെയൊക്കെ കുറിച്ച് മാത്രമേ നിങ്ങൾക്ക് വരാറുള്ളൂ MEG 1-ൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവരെ കുറിച്ച് നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കുറിച്ച് നിങ്ങൾ ഡയറക്റ്റ് പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. കാരണം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇവരെ കുറിച്ചിട്ടാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ക്വസ്റ്റ്യൻസ് അറിയണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവരെ കുറിച്ചിട്ടേ ആകെ വരുള്ളൂ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയും ടോപ്പിക്സ് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ, അല്ലാതെ കുറേ ഒന്നുമില്ല. 3 ടെക്സ്റ്റ് ബുക്സ് കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സോ ഡോണ്ട് വറി. അപ്പോൾ ഇന്ന് മുതൽ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാണെങ്കിൽ മേക്ക് എ കമൻറ്റ് ദാറ്റ് യെസ്, ഒരു കമൻ്റ് ഇടണം, യെസ് ഐ എം റെഡി ടു ഡു ഹാർഡ് വർക്ക് എന്നുള്ളത്. യെസ് എന്നൊരു കമൻ്റ് ഇട്ടാൽ മതി. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. പിന്നെ ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ, പറഞ്ഞു തരാം. അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇടുന്നതായിരിക്കും, അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.